ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ അൽഖ്വയ്ദ ബന്ധമുള്ള ഭീകര സംഘടനയുടെ അക്രമത്തിനിടെ 3 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയി. ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിറ്റേന്ന് അവരുടെ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ മോചനത്തിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ന്യൂഡൽഹി മാലി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പശ്ചിമാഫ്രിക്കൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ നടക്കുന്നതിനിടെ മാലിയിൽ 3 ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയതിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിറ്റേന്ന് അവരുടെ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ മോചനം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ന്യൂഡൽഹി മാലി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേസിലെ ഡയമണ്ട് സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതിൽ വിദേശകാര്യ മന്ത്രാലയം അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു. ജൂലൈ 1-നാണ് സംഭവം നടന്നത്. ഫാക്ടറി വളപ്പിൽ ആയുധധാരികളായ ഒരു സംഘം അക്രമികൾ സംഘടിത ആക്രമണം നടത്തി 3 ഇന്ത്യക്കാരെ ബലമായി ബന്ദികളാക്കി, വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. മാലിയിൽ നടന്ന സംഘടിത അക്രമങ്ങളുടെ ഉത്തരവാദിത്വം അൽഖ്വയ്ദയുടെ അനുബന്ധ സംഘടനയായ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിമീൻ അതായത് JNIM ഏറ്റെടുത്തു. ബമാക്കോയിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ട അധികാരികളുമായും പ്രാദേശിക നിയമനിർമ്മാണ ഏജൻസികളുമായും ഡയമണ്ട് സിമന്റ് ഫാക്ടറിയുടെ മാനേജ്മെന്റുമായും വേഗത്തിലുള്ളതും നിരന്തരവുമായ ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരുടെ കുടുംബാംഗങ്ങളുമായും ദൗത്യസംഘം ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അതിൽ പറയുന്നു. ഈ നിന്ദ്യമായ അക്രമത്തെ ഇന്ത്യൻ സർക്കാർ അസന്നിഗ്ധമായി അപലപിക്കുന്നു. തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായും വേഗത്തിലും മോചിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ റിപ്പബ്ലിക് ഓഫ് മാലി സർക്കാരിനോട് ഇന്ത്യ ആവശ്യപ്പെടുന്നു. മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായും വേഗത്തിലും മോചിപ്പിക്കുന്നതിന് വിവിധ തലങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മാലിയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ബമാക്കോയിലെ എംബസിയുമായി നിരന്തരം വിവരങ്ങൾ അറിയുവാനായി ബന്ധപ്പെടണമെന്നും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കാർക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്നും ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രാലയം അറിയിച്ചു.